സാറ്റർഡേ അല്ലേ അമ്മ, ഞാൻ ദീദിന്റെ വീട്ടിൽ പോയി കളിക്കട്ടെ എന്ന് ജസബേബി പറഞ്ഞപ്പോ പിന്നെന്താ ആയിക്കോട്ടെ എന്ന് ഞാനും വെച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അവിടെ എത്തിയപ്പോഴാണ് കേട്ടോ ഈ ഒരു കാര്യം അറിയുന്നത്. ആളവിടെ സ്ഥലത്തില്ല. അത് കേട്ടപ്പോൾ നമ്മുടെ ജസബേബി എക്സ്ട്രാ ഹാപ്പിയായി. കാര്യം എന്താണെന്നറിയോ, അവളുടെ എല്ലാ ടോയ്സ് കൊടുത്ത് ഇനി എനിക്ക് കളിക്കാലോ, അതായിരുന്നു അവളുടെ മനസ്സിൽ. അപ്പൊ എന്താ നമ്മൾ നേരെ ക്ലേയും സ്കെച്ചസ് ഒക്കെ കൊണ്ട് കളി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരമൊക്കെ കളിച്ചപ്പോൾ ആൾക്ക് തന്നെ ബോറടിച്ചിട്ടുണ്ട്. എന്തെങ്കിലും പോയി വാങ്ങിയാലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും നേരെ മിഠായി വാങ്ങാനായിട്ടാണ് പുറത്ത് ചാടിയിട്ടുള്ളത്. അവിടെ ഒരു കൊച്ചു പീടിയാണിട്ടുള്ളത്. അവിടെ ചെന്ന് നോക്കുമ്പോൾ അവൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊന്നും ഇല്ലെങ്കിലും അല്ലറ ചില്ലറൊക്കെ ഇങ്ങനെ തെരഞ്ഞു പെറുക്കി ഏകദേശം വാങ്ങി സെറ്റായിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ചു പോകുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിൽ കയറി ചെന്നപ്പോഴല്ലേ ഈ ഒരു കാര്യം കാണുന്നത്. വേറെ ഒന്നല്ല കേട്ടോ, നമ്മളൊരു ടെന്റ് ഓർഡർ ആക്കിയിരുന്നു കേട്ടോ ഫ്ലിപ്കാർട്ടിൽ നിന്ന്. അത് എത്തിയിട്ടുണ്ട്. അത് എത്തിയ പാടെ തന്നെ മോള് ഉപ്പായും ഇതാകണേ ടെന്റ് സെറ്റാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഔട്ട്പുട്ട് കാര്യങ്ങൾ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് നമ്മുടെ ജസബേബിയുടെ രണ്ടാമത്തെ ടെന്റാണ് കേട്ടോ. ഫസ്റ്റത്തത് ഒബ്വിയസ്ലി അവളത് പൊളിച്ചു കളഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ ഒരു ടെന്റ് സെറ്റിംഗ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു മിക്സ് മാച്ചിങ് തോന്നിയേ. സംതിങ് അതിന്റെ താഴെ ഒന്നും വിരിക്കാത്തോണ്ട് ഒരു ബോറായിട്ട് തോന്നിട്ടോ. ആ ടൈമിൽ ഞാൻ ജസബേബിനോട് പറഞ്ഞു, നീ നിന്റെ പയ്യെ പതുപ്പെടുത്തോണ്ട് പോവാ, നമുക്കത് അവിടെ സെറ്റാക്കാന്ന്. അത് പറഞ്ഞ നമ്മുടെ ജസബേബി പതുപ്പൊക്കെ എടുത്തു കൊടുന്ന് ഞാനും അവൾ കുറച്ചൊന്ന് ഹെൽപ്പ് ആക്കിട്ടോ. അങ്ങനെ ഹെൽപ്പ് ആക്കിയപ്പോൾ അവൾ ഭയങ്കര ഹാപ്പി ആയിട്ട്. അപ്പോൾ ഏകദേശം ഇതാണ് നമ്മുടെ ടെന്നിന്റെ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ടോട്ടലുള്ളത് കേട്ടോ. അപ്പോൾ ജസബേബിക്കുള്ള ഒരു സ്ഥിരം പരിപാടിയാണ് കേട്ടോ. എന്തെങ്കിലും ഒരു പുതിയ സാധനം നമ്മൾ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നേരമായി ആദ്യമേ തന്നെ കളിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ളവർ നിങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ആക്കിക്കോളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ. ടാറ്റാ ബൈ, സീ യു.